കർത്താവിൻ്റെ ധന്യനാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠ നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഓരോ ദിവസവും കരം പിടിച്ച് നടത്തുന്ന സർവശക്തനായ ദൈവത്തിന് നന്ദി പറയാൻ ഈ പ്രഭാതത്തിൽ നമുക്ക് സമയമെടുക്കാം. നമ്മെ നാമായി അറിയുന്നവൻ, നമ്മുടെ വിചാരങ്ങളെ നിലവുകളെ അറിയുന്നവൻ, ഉന്നതനായ ദൈവം, ഉയർന്നിരിക്കുന്ന ദൈവം, ശാശ്വതവാസി, പരിശുദ്ധനെന്ന നാമമുള്ളവൻ ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്നു. അവിടുത്തെ പ്രവൃത്തികളെ തടയാൻ ലോകത്തിലൊരു ശക്തിക്കും സാധ്യമല്ല. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് ഓരോ ദിവസവും പ്രഖ്യാപനം ചെയ്യാൻ നമുക്ക് തയ്യാറാവാം. ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും കോശം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. നോക്കൂ, ജനിച്ച പോലെ ചുറ്റി വളഞ്ഞ് ഇല്ലാതാക്കാൻ ശ്രമിച്ച ഒരു സമൂഹം തൻ്റെ ദിനത്തിൽ നിൽക്കുമ്പോൾ അവിടെ ഭക്തൻ പറയുകയാണ്, അവർ മുൾത്തി പോലെ കെട്ടുപോയി. എത്ര ശക്തികൾ ചുറ്റിയാലും നിങ്ങൾ ഭയപ്പെടരുത്. ആത്മാവിൻ്റെ തീ ഇറങ്ങുമ്പോൾ സകല അന്ധകാര മണ്ഡലങ്ങളും കെട്ടുപോകും എന്നുള്ളതിന് സംശയമില്ല. എന്നിട്ട് പറയുന്നു, ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും കോശം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. അത് ഉയർന്നിരിക്കുന്ന വലങ്കൈയാണ്. അതിനെ തടയാൻ ലോകത്തിൽ ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന് ഇന്ന് പ്രഭാതത്തിൽ മനസ്സിലാക്കണം. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ ഭക്തന്മാരുടെ കാര്യത്തിൽ വേഗത്തിൽ പ്രതിക്രിയ നടത്തി അവരെ രക്ഷിപ്പാൻ പ്രാപ്തനാണ്. മുമ്പിൽ സാധ്യതകൾ കാണാത്ത ഒരു ഫിലിപ്പോസ്, 200 വെള്ളിക്കാശ് മാത്രമേ എൻ്റെ മുമ്പിലുള്ളൂ, ഇതുകൊണ്ട് ഈ 5000 പേർക്ക് തികയില്ല എന്ന് പറഞ്ഞപ്പോൾ യേശു പറയുന്നു, ഞാൻ അവരെ പരീക്ഷിക്കാനത്രേ അത് ചോദിച്ചത്. ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നുവെന്ന് എനിക്കറിയാം. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, നമ്മളും ഇങ്ങനെയല്ലേ ആൻസർ പറയുന്നത്? ചില ചോദ്യങ്ങൾ കർത്താവ് ചോദിക്കും, ഇത് നടക്കുമോ, ഇത് തുറക്കുമോ, ഇവിടെ ജയമുണ്ടാകുമോ? നമ്മളെന്ത് പറയും? കർത്താവേ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് നടക്കില്ല. മാർത്തയും മറിയൊക്കെ പറഞ്ഞത് തന്നെയാണ്. ഉയർക്കുമെന്ന് ഞങ്ങൾക്കറിയാം. ഇപ്പം 4 ദിവസമായി നാറ്റം വെച്ചിട്ടുണ്ട്, കല്ല് വെച്ചിട്ടുണ്ട്, ഇപ്പം നടക്കത്തില്ല. ഉയർക്കും, അത് ഒടുക്കത്തെ നാളിൽ എല്ലാവരും ഉയർക്കുമ്പോൾ ഞങ്ങളുടെ സഹോദരൻ ഉയർക്കും. യേശു ആ ഒരു ആൻസർ അല്ല അവരിൽ നിന്ന് പ്രതീക്ഷിച്ചത്. വിശ്വസിക്കാൻ തയ്യാറാകുമെങ്കിൽ നിൻ്റെ വീട്ടിനകത്തേക്കൊരുവൻ വന്നത് 4 ദിവസമായതിനെയും നാറ്റം വെച്ചതിനെയും ഉയർപ്പിക്കാൻ വേണ്ടിയ, കണ്ടേച്ചും നിൻ്റെ വിവരമറിഞ്ഞേച്ചും തിരിച്ചു പോകാൻ വേണ്ടിയല്ല കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യേ വെളിപ്പെടുന്നത്. വിശ്വസിക്കുന്നവർ ഇന്നു പകൽ ഈ ദൂത് ഏറ്റെടുത്ത് സ്തോത്രം ചെയ്തു. കർത്താവ് ചോദിക്കുന്നത്, എനിക്ക് കഴിയുമോ? നമ്മുടെ ആൻസർ വിളിച്ചു പറ, കർത്താവ് അങ്ങേക്ക് സകലവും കഴിയും. യോബ് പറഞ്ഞത്, എല്ലാം നഷ്ടപ്പെട്ടു, തൻ്റെ ശരീരം മരണത്തെ ഫേസ് ചെയ്യുകയാണ്. കൂടെ നിന്ന് കൈത്താങ്ങുന്ന ഭാര്യ തനിക്കെതിരായി നിൽക്കും. ധനമില്ല, തലമുറകളെല്ലാം നഷ്ടപ്പെട്ടു, ആടും മാടും എല്ലാം ഇല്ലാതായി. പക്ഷേ താൻ പറയുകയാണ്, ദൈവശബ്ദം കേട്ടവൻ പറയുകയാണ്, യഹോവേ, ഇപ്പോഴും അങ്ങേക്കു സകലവും കഴിയും. ശരീരത്തെ ബലപ്പെടുത്താൻ, നഷ്ടപ്പെട്ട ആരോഗ്യം തിരിച്ചു തരാൻ, തലമുറകളെ നൽകാൻ, സമ്പത്ത് തിരിച്ചു നൽകാൻ, നഷ്ടപ്പെട്ട ബന്ധങ്ങളെ വീണ്ടും കൂട്ടിച്ചേർക്കാൻ ഇപ്പോഴും അങ്ങേക്ക് കഴിയുമെന്ന് ധൈര്യത്തോടെ 42-ാം അധ്യായത്തിൽ പ്രഖ്യാപിച്ചപ്പോൾ അതേ അധ്യായത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായി മടങ്ങി വന്നതുപോലെ ഇന്ന് പകലും സാധ്യതകളെയും പരിധികളെയും പരിമിതികളെയും നോക്കാതെ വിളിച്ചു പറയാൻ ആരും തയ്യാറുണ്ട്. അവർ
ഇന്ന് പകൽ ദൈവമഹത്വം കാണാൻ പോകുക യേശുവിൻ്റെ നാമം. യെശയ്യാപ്രവചനം 14:24 വാക്യം വളരെ പ്രസംഗം കേട്ട ഭാഗമാണ്. സൈന്യങ്ങളുടെ യഹോവ ആണയിട്ട് അരുളി ചെയ്യുന്നത്, ഞാൻ വിചാരിച്ചതുപോലെ സംഭവിക്കും, ഞാൻ നിർണയിച്ചതുപോലെ നിവൃത്തിയാകും. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നമ്മുടെ കൂടെയുണ്ട്. ആണയിടുക എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ചു പറയുക. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ, ചഞ്ചലിക്കുന്നവരുണ്ടെങ്കിൽ, നിരാശപ്പെടുന്നവർ, ഹൃദയത്തെ സ്ഥിരമാക്കാൻ കഴിയാതെ പുറകോട്ട് പോകാൻ നിൽക്കുന്ന ചിലരോട് ദൈവാത്മാവ് ഉറപ്പിച്ചും തറപ്പിച്ചും പറഞ്ഞു. ഒന്നുകൂടെ പറഞ്ഞാൽ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ശക്തിമാൻ, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ വിളിച്ചു പറയുന്നു, ശ്രദ്ധിക്കണമേ പ്രിയരെ, ഞാൻ വിചാരിച്ചതുപോലെ തന്നെ സംഭവിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് സൈഡുണ്ട്. വീട്ടുകാരും നാട്ടുകാരും കുടുംബക്കാരും ഇപ്പുറത്ത് ശത്രുക്കളും സാത്താന്യ സൈന്യവും പലതും നമ്മളെപ്പറ്റി വിചാരിച്ചിട്ടുണ്ട്. പകുതി വഴിക്കില്ലാതാക്കും. ഏലിയാവെ ഇവിടം കൊണ്ട് തീരും, നിന്റെ ശുശ്രൂഷ അവസാനിച്ചു ഇല്ലേ ഹാമാനെ, മൊർദെഖായി ഇനി അവിടെ ഇരിക്കത്തില്ല, ഇവിടം കൊണ്ട് തീരുകയാണ്, ഈ കുലം ഇനിയും കാണില്ല, ഒത്തിരി വിചാരിച്ചില്ലേ ഡൊമിഷ്യൻ ചക്രവർത്തി. യോഹന്നാൻ്റെ പ്രസംഗത്തിന് ഫുൾ സ്റ്റോപ്പ് വീണു. ഇനി ആ ദ്വീപിൽ നിന്നാരും പുറത്ത് വന്നിട്ടില്ല, യോഹന്നാനും പുറത്ത് വരില്ല. ഒത്തിരി വിചാരങ്ങൾ മനുഷ്യർക്കുണ്ട്. പക്ഷേ ഇപ്പുറത്ത് സ്വർഗം വിചാരിച്ചു, ഏലിയ ഇവിടം കൊണ്ട് തീരില്ല അല്ലേ. എൻ്റെ ഒരു വിചാരമുണ്ടാകും, അനേകരെ അഭിഷേകം ചെയ്യാൻ. ഏലിയാവിൻ്റെ മേൽ അഭിഷേകത്തിൻ്റെ പുതപ്പ് ഇരട്ടി ശക്തിയോടെ വെളിപ്പെട്ടു വരാൻ. കണ്ട വ്യക്തിത്വത്തെ മരുഭൂമിയിൽ ഇസബലിൻ്റെ വാക്കുകൾക്കും വിട്ടുകൊടുക്കുന്ന ഒരു ദൈവത്തെ അല്ല നാം സേവിക്കുന്നത്. മൊർദെഖായിയുടെ അഡ്രസ്സ് നഷ്ടപ്പെടുത്താൻ ഇപ്പുറത്ത് പദ്ധതിയും കഴുകുമൊരു ഒരുക്കി ഹാമാനെ നിനക്ക് തെറ്റുപറ്റി. മൊർദെഖായി ആ ദേശത്ത് പ്രബലനാകേണ്ടതാ, അവൻ ആ ദേശത്ത് അറിയപ്പെടേണ്ടതാ. എസ്തറിൻ്റെ കുലത്തെ തൊടാൻ നിനക്ക് പറ്റില്ല. തൊടാൻ നോക്കിയ നീയും നിന്റെ കുലവും ഇല്ലാതാവും. ഡൊമിഷ്യൻ ചക്രവർത്തിയെ നിനക്ക് തെറ്റുപറ്റി. യോഹന്നാൻ്റെ മേൽ എൻ്റെ ഒരു വിചാരമുണ്ട്. സ്വർഗം തുറന്ന് അടുത്ത ജനറേഷന് വെളിപ്പെടേണ്ട, ലോകത്തിന് സംഭവിക്കേണ്ട കാര്യങ്ങൾ മറന്നീക്കി കാണിച്ചൊരു പുസ്തകം എഴുതിക്കാൻ എനിക്ക് ആ ദ്വീപിൽ യോഹന്നാനെ ഉപയോഗിക്കേണ്ടതുണ്ട്. നിന്റെ വിചാരം നടക്കില്ല ഡൊമിഷ്യൻ. കർത്താവ് പറയുന്നു, ചില കുടുംബങ്ങളെ നോക്കി. ശദ്രക്കെ മേശക്കെ അബേന്ദ്രഹോമെ തീച്ചുളയ്ക്കകത്തേക്ക് എന്തിനാ നിങ്ങളെ ഇട്ടത്? ചാരമാകാനല്ലേ? നിങ്ങളുടെ ആരാധന തീർന്നില്ലേ? ദൈവം പറഞ്ഞില്ല തീരില്ല. ഞാൻ അതിനകത്തേക്ക് ഇറങ്ങി വരുമ്പോൾ എൻ്റെ ദാസന്മാരാരാന്നും അവരുടെ ദൈവത്തിൻ്റെ ശക്തി എന്താണെന്നും നെബൂഖദ്നേസറിനെ മനസ്സിലാക്കാൻ ഞാൻ വിചാരിച്ചിരിക്കുന്ന ദൈവമത്രേ. യേശുവിൻ്റെ നാമത്തിൽ നിന്നെ ചാമ്പലാക്കാൻ, നിൻ്റെ മിനിസ്ട്രി ഇല്ലാതാക്കാൻ, നിൻ്റെ ആരാധനയ്ക്ക് വില പറയുന്ന, നിൻ്റെ പ്രാർത്ഥനയെ ചോദ്യം ചെയ്യുന്ന ചില ശക്തികൾ കാണുക. നിൻ്റെ ആരാധന എന്താണെന്നും നിൻ്റെ ദൈവമാരാണെന്നും അവിടുന്ന് വെളിപ്പെടുത്തുന്ന പ്രത്യേക നിമിഷം അത്രേ. ദാനിയേലേ, ദാര്യാവേശും ആ ദേശാധിപതികളും പറഞ്ഞു, ഇവിടെ തീർന്നു. വിശ്വസ്തനായൊരു മനുഷ്യൻ, ഭക്തനായൊരു മനുഷ്യൻ, വേർപാടിന് വേണ്ടി നിന്നവൻ, അവൻ്റെ എൻഡ് വന്നു. ദൈവം പറഞ്ഞില്ല ദാനിയേലിൻ്റെ ദൈവത്തെ ആരാധിക്കണമെന്ന്. സിംഹത്തിൻ്റെ കുഴിയിൽ ഇട്ടവനെ കൊണ്ട് തന്നെ ഓർഡർ ഇടാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു, ഞാൻ വിചാരിച്ചിരിക്കുന്നു. അത് സംഭവിപ്പിക്കാൻ എനിക്ക് പദ്ധതിയുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ പ്രിയ സഹോദരങ്ങളെ, എന്നിട്ട് നോക്കൂ, ഞാൻ നിർണയിച്ചതുപോലെ
നിവർത്തിയാക്കും. ദൈവം നിർണയിച്ച, ദൈവം പറഞ്ഞതുപോലെ നിന്നെ ജീവിപ്പിക്കുമെന്നും നിന്നെ ശക്തിപ്പെടുത്തുമെന്നും കുടുംബമായി നിങ്ങൾ ആരാധിക്കുമെന്നും മാനസാന്തരപ്പെടാത്ത ചില വ്യക്തികൾ ഒരുമിച്ച് ദൈവകൃപയിലേക്ക് കർത്താവ് കൊണ്ടുവരുമെന്നും നിൻ്റെ തലമുറകളെ മടക്കി വരുത്തുമെന്നും പകുതി സ്ഥാനത്ത് നീ ഉപേക്ഷിച്ച ചില വിഷയങ്ങൾ വീണ്ടും പൂർത്തീകരിക്കാൻ ദൈവം നിന്നെ ഉപയോഗിക്കുമെന്നും ഇനി അവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ഇടത്ത് നിർത്തി ദൈവത്തിന് ചെയ്യിപ്പിക്കേണ്ടത് നിന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കുമെന്നും നിന്നെക്കൊണ്ട് കഴിയത്തില്ലെന്ന് കുഞ്ഞെ നീ പറയുന്ന ഇടത്ത് പലർക്കും അത് കഴിഞ്ഞു, എനിക്കിനി പറ്റില്ല, എൻ്റെ സമയം കഴിഞ്ഞു, നിൻ്റെ ധൈര്യത്തെ ചോർത്തിക്കളയുന്ന ദുഷ്ടശക്തിയുടെ നടുവിൽ നിന്നെ ശക്തീകരിച്ച ബലത്തോടെ കൊണ്ടുവന്ന് നിൻ്റെ മേൽ വെളിപ്പെടുന്ന വാഗ്ദത്തങ്ങളും ദൈവം നിൻ്റെ മേൽ നിർണയിച്ച ചില നിർണയങ്ങളില്ലേ, അത് തന്നെ ഇന്ന് പകലും നിവർത്തീകരിക്കാൻ കഴിവുള്ള ദൈവം വിളിച്ചു പറയുന്നു. ഞാൻ നിർണയിച്ചതുപോലെ നിവർത്തിയാക്കും. ആർക്കും തടയാൻ പറ്റില്ല. ഒരസൂയയ്ക്ക്, ഒരു വിടക്കുകൊണ്ട്, ഒരു ശക്തിക്ക് തടയാൻ പറ്റില്ല. സർവശക്തൻ നിവർത്തീകരിക്കുന്നവൻ, സഫലമാക്കുന്നവൻ, സാധ്യമാക്കുന്നവൻ, അങ്ങനെ സംഭവിപ്പിക്കാൻ കഴിവുള്ളവൻ്റെ ശക്തി നിങ്ങളുടെ ശരീരത്തെ നോക്കി പിശാച് പറയുന്നു, ഇനിയും വിടുതലില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ നിർണയിച്ചിട്ടുണ്ട്, ദീർഘായുസ്സ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും, എൻ്റെ രക്ഷയെ ഞാൻ കാണിച്ചു കൊടുക്കും. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ഇന്ന് പകൽ ഈ വചനത്തിൻ്റെ ശക്തി അവിടുത്തെ ജനത്തിൻ്റെ മേൽ വ്യാപരിക്കട്ടെ. അവിടുന്ന് വിചാരിച്ചതുപോലെ സംഭവിപ്പിക്കുന്ന പകൽക്കാലമാണല്ലോ. പൂട്ടിക്കുമെന്ന് പറയുമ്പോൾ സ്വർഗം പറയില്ല, ഞാനതിനെ തുറപ്പിക്കാൻ പോകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അവിടുത്തെ മക്കൾ വിടുതലിലേക്ക് നയിക്കപ്പെടട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. അവിടുന്ന് അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം, സകല മഹത്വവും അവിടുത്തെ പാദപീഠത്തിങ്കൽ മാത്രം അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ കൃപയുണ്ടായി പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ക്രിസ്തു വാത്സല്യ സഹോദരങ്ങളെ, നമ്മുടെ ദൈവം വിശ്വസ്തൻ, നമ്മുടെ ദൈവം സർവശക്തൻ. നമ്മുടെ ദൈവം വിചാരിച്ചതേ സംഭവിക്കുള്ളൂ. അവിടുന്ന് അരുളിച്ചത് നിവർത്തീകരിക്കും. വിശ്വസിക്കൂ. ഈ വചനങ്ങളാൽ അവിടുന്ന് സഹായിക്കട്ടെ. ക്രിസ്തു യേശുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്ബിച്ചു.